നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് അന്നത്തെ വീരവാദം ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ മോനെ ചോദിക്കും. പത്രോസ് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. രണ്ടാമത് കർത്താവ് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അവൻ പറയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എന്ത് ചെയ്താൽ നേരത്തെ വീരവാദം മുഴക്കിയതാ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. പക്ഷെ ഇവിടെ വരാൻ പറ്റുന്നില്ല, കാരണം തോറ്റു. അവന് മനസ്സിലായി എന്നെ കൊണ്ട് സാധിക്കില്ല. മൂന്നാമത് കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ഇഷ്ടമെങ്കിലും ഉണ്ടോ? സ്നേഹത്തിൻ്റെ കാര്യം കർത്താവ് വിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അപ്പോൾ അവൻ കരഞ്ഞു. കാരണം അവൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ പറയുമ്പോൾ ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ മിക്കവാറും കാര്യം കാണാൻ വേണ്ടിയാണ്. ആരാധിക്കുമ്പോൾ എന്തിനാണെന്നറിയോ? വിടുതൽ കിട്ടാൻ വേണ്ടിയാ, അല്ലാതെ ദൈവത്തോട് വലിയ മഹത്വ സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. മതം എന്ന് പറയുന്നത് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് ഇങ്ങോട്ട് എന്തെങ്കിലും സാധിക്കുക എന്നുള്ളതാണ് ഈ മതത്തിൻ്റെ പരിപാടി. സമ്മതിച്ചോ? എല്ലാ മതത്തിൻ്റെയും വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നിങ്ങൾ കുറച്ച് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന വാങ്ങിച്ചോ. എങ്ങനെയുണ്ട് ബാർഗെയിനിങ്? പിന്നെ ദൈവത്തിന് ഈ പുകഴ്ത്തി പറയുന്ന ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ എത്രയും പുകഴ്ത്തി പറയുന്നോ അത്രയും ദൈവം നിങ്ങൾക്ക് പൈസ തരും. എന്തൊക്കെയോ കുഴപ്പമില്ല ഇതിനകത്ത്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നില്ലേ? കൂടുതൽ പൈസ ഇടുന്നവനെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കും. അപ്പം മതം എന്ന് പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന പരിപാടിയാണ്. എന്നാൽ കർത്താവിൻ്റെ പരിപാടി അങ്ങനെയല്ലായിരുന്നു. എല്ലാം സൗജന്യമായി നമുക്ക് തരുന്നൊരു പരിപാടിയായിരുന്നു. ഒരു ധനവാനായ മനുഷ്യൻ യേശുവിൻ്റെ പിന്നാലെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ സ്വത്തെല്ലാം വിറ്റിട്ട് നീ അതെല്ലാം നമുക്ക് കൊണ്ടുപോവാം, നമുക്കൊരു കുറേ പള്ളികൾ പണിയാന്നല്ല പറഞ്ഞു. നീ അതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് നീ ഇങ്ങ് വരാനാണ് പറഞ്ഞു. അല്ലേ? അപ്പം കർത്താവ് എല്ലാം സൗജന്യമായി തരുന്ന ഒരു തത്വമാണ് വേദപുസ്തകത്തിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്നേഹം ഉരുവാകാത്തിടത്തോളം കാലം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ മഹത്വം കണ്ടവനെ സ്നേഹിച്ചുകൊണ്ടല്ല ആരാധിക്കുന്നത്. ഈ കൈയിടയിലൂടെ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കൊണ്ടാണ്. ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ. ആരാധിക്കുന്നതിനിടയ്ക്ക് ഈ വിടുതൽ നോക്കിയിരിക്കരുത്, കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ? ഈ വിടുതൽ നോക്കുന്നത് നമ്മുടെ രസം റിലീജിയനാണ്. ആ രസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിലെ കുറേ രസങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സുവിശേഷം എന്നുള്ളതിലേക്ക് നമ്മൾ വരികയാണ്. അതായത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പുതിയ നിയമത്തിൽ ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് അനുസരിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യം. അനുസരിക്കാൻ പ്രയാസം എന്നുള്ളതല്ല, അസാധ്യമായ കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഒരു മാങ്ങാപ്പഴം പോലെയാണ്. മാങ്ങാപ്പഴം ഇപ്പം മാങ്ങയുടെ സീസണാണ് അല്ലേ? എവിടെ ചെന്നാലും മാങ്ങാപ്പഴം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാങ്ങാപ്പഴം ഇപ്പോൾ തരുവാന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ കയ്യിലൊന്നുമില്ല. 9 മണിയാകുമ്പോൾ ഞാൻ ഒരു കൽപ്പന അതിൻ്റെ കൂടെ തരികയാണ്. 9 മണിക്ക് ഈ പ്രസംഗം തീരുമ്പോൾ ഈ മാങ്ങാപ്പഴം മുഴുവൻ കഴിച്ച് തീർക്കണം. ഇതാണ് കൽപ്പന. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ? എന്നാൽ അത്ര സൂപ്പർ അല്ല. 9 മണിയായപ്പം ഞാൻ ചോദിക്കുകയാണ്, കൽപ്പന അനുസരിച്ചവരെല്ലാം ഒന്ന് കൈപൊക്ക്. എല്ലാവരും കൈപൊക്കും, പക്ഷെ അവരുടെ എല്ലാം കയ്യിൽ മാങ്ങേണ്ടി ഉണ്ടായിരിക്കും. കൽപ്പന എന്തായിരുന്നു? ഇത് മുഴുവൻ കഴിക്കുക. നിങ്ങളെന്താ വിചാരിച്ചേ? നിങ്ങൾ വിചാരിച്ചെന്താ? കഴിക്കാവുന്നിടത്തോളം. അപ്പോൾ ചിലർക്ക് ഭയങ്കര തീഷ്ണതയായിരുന്നു. തീഷ്ണത കൂടുന്നവർ അതിൻ്റെ ഞെട്ടും തൊലിയും എല്ലാം കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ കത്തി വെച്ചും ബ്ലേഡും ഒക്കെ ചകഞ്ഞ് മുഴുവൻ അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം അവശേഷിപ്പിക്കുന്നവർ തിന്നു. പക്ഷെ പൂർത്തിയായിട്ടില്ല. ഇത് പൂർത്തിയാക്കാൻ മനുഷ്യൻ വിചാരിച്ചാലോട്ട് സാധിക്കുകയില്ല. ഓക്കെ, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം പാപികളായി മാറും. ഇതാണ് രാവിലെ ഞാൻ പറഞ്ഞത്. കാരണം ആരെയെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രമാണം. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ ഈ മാങ്ങാപ്പഴത്തെ എടുത്തു കളയാമെന്നതല്ല, പിന്നെയോ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ കട്ടിയായ ഭാഗം കർത്താവ് വരുന്നത് വരെ പൂർത്തിയാകാതെ കിടക്കുമായിരുന്നു. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ആ കട്ടിയായ ഭാഗം ഫിനിഷ് ചെയ്തു. എന്തായിരുന്നത്? കർത്താവ് പറഞ്ഞു, ആകെ ഒരു കൽപ്പനയേ ഉള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതാരനുസരിച്ചത്? ശരിക്കും കർത്താവ് അനുസരിച്ചത്. ഇനി നമുക്കൊരു വലിയ പ്രോബ്ലം വരുന്നു. നമുക്ക് ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? പറ്റുമോ? എപ്പോഴെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിൻ്റെ അടുത്ത് പോകാൻ മാത്രമുള്ള വിശുദ്ധിയോ നീതിയോ ഉള്ളവരായി മാറുമോ?
നമുക്ക് എപ്പോഴെങ്കിലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, രസത്തിൽ അധിഷ്ഠിതമായതല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, അതായത് എന്നെ തല്ലുന്നവനോട് എനിക്ക് സ്നേഹമുണ്ടാകുന്ന, എന്നെ ഉപദ്രവിക്കുന്നവരോട് എനിക്ക് കരുണയുണ്ടാകുന്ന ആ ഒരു സ്വഭാവം എനിക്ക് കിട്ടുമോ? അത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും വിലയേറിയ കാര്യം. കാരണം നമ്മെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിക്കുന്നത് തന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. യേശു ക്രിസ്തു രസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ആളല്ല, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ആളാണ്. അപ്പൊ ജീവിതത്തിലെല്ലാം രസമല്ല, പിന്നെ എന്താണ്? ജീവിതത്തിലെല്ലാം സ്നേഹമാണ്. അപ്പൊ രസിക്കാനുള്ളതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും സ്നേഹിക്കാനുള്ളതിന് ഒരു കുറവും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് മനസ്സിലാക്കുന്നത് എന്തുമാത്രം രസിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതല്ല, എന്തുമാത്രം സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മളെപ്പോഴും പരാതിയുള്ളവരെ, എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ പിള്ളേർ ശരിയല്ല, എൻ്റെ അമ്മ ഇപ്പം ശരിയല്ല, അമ്മയും എല്ലാം പരാതിയാണ്. അത് രസം തരുന്നില്ല എന്നാ. അതിന് പകരം ഇങ്ങനെ പറഞ്ഞു നോക്കി, അവരെ സ്നേഹിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും ഇതൊന്നും പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. എങ്ങനെയാണ് ദൈവം ഇത് സാധിപ്പിക്കുന്നത് എന്നുള്ളതാണ് സുവിശേഷം. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കേട്ട 994 മുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. റോമാലേഖനം 7-ാം അധ്യായം ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഞാൻ വായിക്കാം. ന്യായപ്രമാണം, കൽപ്പനകൾ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ ആത്മീകമെന്ന് നാം അറിയുന്നു. അതെല്ലാം നല്ല കൽപ്പനകളാണെന്ന് എനിക്കറിയാം. ഞാനോ ജഡമയൻ. എൻ്റെ പ്രശ്നം എന്താണ്? ഞാൻ ജഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എൻ്റെ ഉള്ളിൽ നന്മ ഉണ്ടാകുന്നില്ല, എനിക്കത് അനുസരിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം മനുഷ്യരുടെ അവസ്ഥയാണ്. രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെടുന്നവരുടെ എല്ലാ അവസ്ഥയാണിത്. ഓക്കെ, 15-ാം വാക്യം പറയാണ്, പാപത്തിന് ദാസനായി ഞാൻ വിൽക്കപ്പെട്ടവനായതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അപ്പൊ 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപവും, മറ്റൊന്ന് അറിയാതെ ചെയ്യുന്ന പാപവും. ഇതിലേതാ കൂടുതൽ സീരിയസ് എന്നറിയോ? അറിയാതെ ചെയ്യുന്ന പാപമാണ് കൂടുതൽ സീരിയസ്. ഞാനതൊരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, സപ്പോസ് ഇവിടെ ഞാൻ നിൽക്കുമ്പം ഇവിടെ ഒരു ഫോൺ ആരോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ ചിന്തിക്കുകയാണ്, ഈ പ്രസംഗം തീർന്നു കഴിയുമ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ ഈ ഫോൺ അടിച്ചുകൊണ്ട് പോയേക്കാം എന്ന് ചിന്തിക്കുവാന്ന് വിചാരിച്ചോ. ചുമ്മാ എക്സാമ്പിളാണേ, ആരും പേടിക്കണ്ട. അപ്പോൾ ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ? മനഃപൂർവ്വം. ഈ മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു ഗുണമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, അല്ലേ? മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളുടെ പ്രത്യേകത എന്താ? എനിക്കൊരു തീരുമാനം എടുക്കാം, വേണ്ട അതവിടെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കാം. കാരണം എന്താ? എൻ്റെ മനസ്സിനകത്ത് അത് കിടക്കുന്നത്, ആ ഡിസിഷൻ, അല്ലേ? എന്നാൽ അറിയാതെ വരുന്ന പാപമോ, നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ചെയ്തല്ലോ എന്ന് അറിയുന്നത്. ചിലപ്പോൾ അറിയത്തുപോലുമില്ല, പാപം വന്നു പോകും, നമ്മൾ അറിയില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ രാവിലെ നിങ്ങളുടെ വീട്ടിൽ 2 ഭിക്ഷക്കാർ വന്നു. ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്തു, ഒരാൾക്കൊന്നും കൊടുത്തില്ല. 2 പേരും നിങ്ങളെ തിരിഞ്ഞു നിന്ന് ചീത്ത പറഞ്ഞു. ആര് ചീത്ത പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമം തോന്നുന്നേ? 100 രൂപ മേടിച്ചുകൊണ്ട് പോയ ആളല്ലേ, അല്ലേ? ശരിക്കും നിങ്ങളൊരു നീതി പ്രവൃത്തി ചെയ്തപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ആളിൽ നിന്ന് കുറേ പ്രതീക്ഷിച്ചു നിങ്ങളല്ലേ. അപ്പോൾ ഈ നീതി പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്താ ഉണ്ടായത്? പാപമല്ലേ ഉണ്ടായത്? ഇല്ല, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഒന്ന് ബഹുമാനിക്കണമെന്ന് നമുക്ക് തോന്നില്ലേ? എന്നെ ഇപ്പം നിങ്ങളൊരാൾക്കൊരു കിഡ്നി ഊരി കൊടുത്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു കിഡ്നി ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് കൊടുത്തു, അവൻ കള്ളു പിടിച്ചോ നിങ്ങളെ ചീത്ത പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നില്ലേ? എൻ്റെ കിഡ്നി പോയല്ലോ എന്ന് പറഞ്ഞു. കാരണം എന്താ? അവന് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തപ്പം നിങ്ങളുടെ ഉള്ളം പറഞ്ഞു അവൻ നിങ്ങളെ ബഹുമാനിക്കണം, നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കണം, ജീവിതകാലം മുഴുവൻ ഓർക്കണം, പറയണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നില്ലേ? അല്ലെ നിങ്ങൾ എന്ത് പറയും? ഞാൻ അവൻ അത്രയും സഹായം ചെയ്തിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ പോയി എന്ന് പറയും. അപ്പോൾ ഓരോ സഹായം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നുണ്ട്? അവൻ്റെ മേലൊരു ഡിമാൻഡ് നമ്മൾ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ പിള്ളേരോട് നമ്മൾ പറയുന്നത്, നിന്നെയൊക്കെ 9 മാസം അല്ല 10 പറയുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്, 10 മാസം ഒന്നും ഇല്ല, നിന്നെയൊക്കെ 10 മാസം ഞാൻ ചുമന്ന് വളർത്തിയത്. അപ്പോൾ കൊച്ചു ചോദിക്കും, ഞാൻ പറഞ്ഞായിരുന്നോ ചുമന്ന് വളർത്താൻ? കണക്ക് പറയുന്ന
കാരണം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു കണക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഈ പാപം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കർത്താവിന് വേണ്ടി ഒരു പാട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പാട്ടുകൾ മുഴുവൻ പ്രശ്നം. അതിലൊരു പാട്ടാണ്, അവനാർക്കും എന്താ പറഞ്ഞെന്നറിയോ, മഹാപാപമാണ് പറഞ്ഞത്. ചെറുപ്പത്തിൽ ഞാൻ കുറേ സുവിശേഷം പറയാൻ പോയിട്ടുണ്ട്, ട്രാക്ടർ കൊടുക്കാൻ പോയിട്ടുണ്ട്. ദൈവം കടക്കാരുണ്ട്. അപ്പം ഞാൻ ദൈവത്തിന് എന്തോ ഒരു പണി ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസ ദൈവം എനിക്ക് തരാനുണ്ട്, ഇനി ദൈവം അത് തരാതിരിക്കില്ല എന്നായി പാടിക്കൊണ്ട് നടക്കുന്നത്. എന്നാലോചിച്ച് നോക്കി, സുവിശേഷം പറഞ്ഞതിൻ്റെ പ്രതിഫലം മുഴുവൻ ആ പാട്ടിലൂടെ തീർന്നു. നമ്മൾ എന്ത് സൽപ്രവൃത്തി ചെയ്താലും ബൈബിളിൽ പറയുന്നത് നിങ്ങൾക്കറിയാമോ, ഈ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, വണ്ടിക്ക് അകത്തിരുന്നുകൊണ്ട് വണ്ടി തള്ളിയാൽ വണ്ടി പോകില്ല എന്നുള്ള കാര്യം. അത് നേരത്തെ നമുക്കറിയാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്? ഐസക് ന്യൂട്ടനാണ്. കാരണം നമ്മൾ കൈകൊണ്ട് ഫ്രണ്ടിലോട്ട് തള്ളുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പുറകോട്ട് തള്ളും. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് സൽപ്രവൃത്തി ചെയ്താലും അതിനെ കൗണ്ടർ ആകാനുള്ളൊരു ഒരു സാധനം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ അവയവങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബൈബിളിലുണ്ട്. റോമാലേഖനം 7:21 ഞാൻ വായിക്കാം. റോമാലേഖനം 7:21 എന്താ പറയുന്നത് നോക്കട്ടെ. അങ്ങനെ നാം അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. 23 വാക്യം പറയാണ്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പോൾ ഒരാൾ തല്ലാൻ വരുമ്പോൾ എനിക്ക് അവനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ സ്നേഹമല്ല വരുന്നത്. ഞാൻ തീരുമാനമെടുത്തു അവനെ ഞാൻ സ്നേഹിക്കാൻ പോവാണ്. ഇന്ന് എൻ്റെ ഭർത്താവ് കള്ളു കുടിച്ച് വന്ന് ഇടിക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും. പക്ഷേ ഈ കള്ളു കുടിച്ചുകൊണ്ട് ആൾ വരുന്ന കാണുമ്പം നമ്മുടെ കാഴ്ച ബ്രെയിനോട് പറയും, ദാ അവൻ വരുന്നുണ്ട്. ഇപ്പം ബ്രെയിൻ പറയും, 2 വർത്താനം പറഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം അടക്കാൻ പറ്റത്തില്ല. തക്ക സമയത്ത് ഈ പറഞ്ഞൊക്കെ നമ്മൾ മറന്നു പോവും. നമ്മൾ 2 വർത്താനം പറഞ്ഞ് പിന്നെ ആയിരിക്കും ആലോചിക്കുന്നത്, അയ്യോ ഞാൻ തീരുമാനം എടുത്തായിരുന്നല്ലോ ഇന്ന് മിണ്ടാതിരിക്കണമെന്ന്. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിള്ളേർ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇനി പിള്ളേരോട് ദേഷ്യപ്പെട്ട എൻ്റെ ആത്മീയത ഞാൻ കളയല, ഞാൻ അവന്മാരെ എന്തേലും ചെയ്യട്ടെ, ഞാൻ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ. പക്ഷെ അവന്മാരെ കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. കുറെ കഴിയുമ്പം എങ്ങനെയെങ്കിലും നമ്മൾ ചൂടായിരിക്കും. അതുവരെ അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ തീരുമാനങ്ങളെല്ലാം എത്രയോ നാളായിട്ട് ആവി ആയിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ എത്ര തീരുമാനം എടുത്താലും ജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയും ദൈവത്തിന് മുമ്പിൽ ക്വാളിഫൈഡ് അല്ല. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് 2007 ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന 3 പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് മൊത്തം 4 പിള്ളേരാണ്. അപ്പോൾ ഇതിലൊരു കൊച്ചിനെ ഞങ്ങളുടെ ആന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒരു അമ്മച്ചി, ഒരു പ്രായമായ ഒരു ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൽ തെളിവുണ്ടെങ്കിൽ ഫോട്ടോയോ റെക്കോർഡ്സോ, കാരണം ഞങ്ങൾ അങ്ങനെ ഒരു കരാറിലാണ് ഈ പിള്ളേരെ നമ്മുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നത് അന്ന്. അപ്പോൾ അവരുടെ ഒരു തെളിവൊന്നുമില്ല. എന്നിട്ട് അവർ ബലമായിട്ട് ഒരു ഗുണ്ടകളൊക്കെ ആയിട്ട് വന്ന് ബലമായിട്ട് കൊച്ചിനെ എടുക്കാൻ നോക്കി. ഇവൾ കരഞ്ഞു കിടന്ന്. ഇവർക്ക് ദേഷ്യം വന്നിട്ട് എൻ്റെ ഭാര്യയുടെ കാരണക്കുരു നിൽക്കി ടപ്പ ടപ്പ ടപ്പെന്ന് 3 അടി അടിച്ചു. പട്ട. ഞാനൊരു 50 മീറ്റർ ദൂരെ, ഇപ്പം ഗേറ്റിൻ്റെ അത്രയും ദൂരെ നിൽക്കുക. എനിക്ക് ഈ അടി കണ്ട് ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ തിരിച്ചടിച്ചില്ല. അതാ എനിക്ക് സന്തോഷം ഉണ്ടായത്. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഒരു അടി വരുമ്പോൾ നമുക്കൊരു തടഞ്ഞു നിർത്താനുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അത് നമുക്ക് ജന്മന ഉള്ളതാണ്, നമുക്ക് ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കൈ നമ്മുടെ നേരെ വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ, കണ്ണടയ്ക്കാൻ, ഇതൊക്കെ നമ്മുടെ സ്വാഭാവിക പ്രവണതകളാണ്. ഒരു പാമ്പിനെ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പുറകോട്ട്, ഇതൊക്കെ നമ്മൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നമ്മുടെ ശരീരത്തിലുള്ള മെക്കാനിസം ഇതല്ല. അതുപോലെ നമ്മുടെ കസേര ഒരുത്തൻ അടിച്ചുകൊണ്ട് പോകും എന്ന് കാണുമ്പോൾ അവനെ സൂക്ഷിച്ചോ എന്ന് നമ്മുടെ ബ്രെയിനാണ് പറയുന്നത്. കാരണം നമുക്ക് ജീവിച്ചു പോകണേ ഇതൊക്കെ വേണം. ഇതെല്ലാം സ്വാഭാവിക മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നത്, ശരിയല്ലേ? ആ കസേര അവൻ അടിച്ചുകൊണ്ട് പോകാതെ ഞാൻ സൂക്ഷിച്ചാൽ ഞാൻ മിടുക്കനാ, എനിക്ക് അതിൻ്റെ രസവും കൂടെ എൻജോയ് ചെയ്യാം. എങ്ങനെയുണ്ട്? അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഇത് കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഒരു പ്രതികരണമില്ല, ഇങ്ങനെ നിന്ന് കൊണ്ടു ടപ്പ് ടപ്പ് ടപ്പ്. ഞാൻ എന്നിട്ട് വീടിന് ചുറ്റും നടന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. എൻ്റെ കർത്താവെ, എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഒരു കർണത്തടിച്ചപ്പോൾ മറ്റേ കർണം കാണിച്ചു കൊടുത്ത് നിശബ്ദയായി നിൽക്കാനുള്ള കൃപ നീ കൊടുത്തതിനായിട്ട് സ്തോത്രം പറയാൻ നിൽക്കേ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നിൻ്റെ സ്തോത്രത്തിലോ അവൾ അടി കൊണ്ടതിനകത്തോ ഒന്നും എനിക്ക് ഒരു പ്രസാദവും ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കർത്താവിൻ്റെ ചോദിച്ചു, കർത്താവ് അതെന്താ? ഒരു കർണം തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്ന് ബൈബിളിലുണ്ട്. അതനുസരിച്ചു. ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം. ആ കർണത്തിനടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും 3ാമതും കാണിച്ചു കൊടുത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ട് നിൽക്കുമോ?
എന്നിട്ടും സമാധാനമില്ല. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ അടിച്ചതും നിൻ്റെ ഭാര്യ അടി കൊണ്ടതും നീ സ്തോത്രം ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നിൻ്റെ ഉള്ളിൽ ആ അടിച്ച സ്ത്രീയോട് വൈരാഗ്യമാണ്, നിൻ്റെ ഭാര്യയുടെ ഉള്ളിലും വൈരാഗ്യമാണ്. പിന്നെ ഞാൻ എങ്ങനെ നിന്നിൽ പ്രസാദിക്കും? ആലോചിക്കുമ്പോൾ സംഗതി ശരിയാ. ഉള്ളം പകഞ്ഞ വൈരാഗ്യം ഉള്ളിൽ വെച്ചോണ്ടാണ് കൊണ്ടേക്കുന്നത്. അടിച്ചു കഴിഞ്ഞപ്പോൾ വൈരാഗ്യം കൂടുകയും ചെയ്തു. പക്ഷേ പുറമേ നോക്കിയാൽ നമ്മൾ ഭയങ്കര പാവങ്ങളാണ്. പക്ഷെ അകത്ത് എന്തുണ്ട്? ഈ ആളോട് വൈരാഗ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ആ സഹോദരിയെ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് എൻ്റെ പ്രസാദമുള്ളൂ. ഞാൻ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, എന്നെ തല്ലുന്നോ നോക്കി നിൽക്കുമായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെങ്ങും എത്തിയിട്ടില്ല, നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കർത്താവ് ജീവിച്ചാൽ നമുക്ക് തന്ന ജീവിതം എന്നൊക്കെ പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു, കർത്താവേ എത്ര ശരിയാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചു, അവർ വിവരമില്ലാത്തവരല്ലേ, യേശുവിനെ അറിയാത്തവരല്ലേ, സ്നേഹിക്കാൻ അറിയത്തില്ലാത്തവരല്ലേ, അവരോട് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ എത്തിയപ്പോൾ സ്നേഹമൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു അഡ്ജസ്റ്റായി. ഈ അടി കൊണ്ടതിനോടൊരു അഡ്ജസ്റ്റ്മെൻ്റായി. രാവിലെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. പറയാം, നിങ്ങൾ അവരെ തല്ലിന്ന് പറഞ്ഞ് പുള്ളി കേസ് കൊടുത്തിരിക്കുക. അവിടെ പോയി അത്രയും നേരം ഉണ്ടാക്കിയെടുത്തിരുന്ന സ്നേഹം നിമിഷ നേരം കൊണ്ട് ആവിയായിപ്പോയി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പന പോലൊരു കൽപ്പന ഒരു താരത്തിലും നടക്കൂലെന്ന് മാത്രമല്ല, ഇപ്പം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിനകത്തും കർത്താവ് ആകെ ഒരു കൽപ്പന മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അവൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുക. ഉള്ള സത്യം പറയട്ടെ, എനിക്ക് നിങ്ങളോട് അങ്ങനത്തെ സ്നേഹമൊന്നുമില്ല. സത്യം പറഞ്ഞു, നിങ്ങളെ ഞാൻ വഴി കണ്ട നിങ്ങൾ മറന്നുപോയാൽ എന്നോടൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഓർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ആളാണ്. വചനം മാത്രമേ ഓർമ്മയുള്ളൂ. വീട്ടുകാരെയൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ കോവിഡ് വരുന്നതിന് മുമ്പത്തെ ഡിസംബറിൽ ഇവിടെ വയനാട്ടിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, അത്ര ഇങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം പുള്ളി പറഞ്ഞു, 6 മാസം മുമ്പ് പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച വന്നായിരുന്ന ഓർമ്മയുണ്ടോ? ആ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിലാണ് പാസ്റ്റർ 3 ദിവസം താമസിച്ചതെന്ന്. ഞാൻ തലയിൽ കൈവച്ചു. ഞാൻ ഉള്ള കാര്യം പറയുന്ന, ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ട് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പറയലേ, ഞങ്ങളെ ഒന്നും കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ആ മനുഷ്യൻ എന്നാ സ്നേഹമൊന്നും പറഞ്ഞാൽ നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് പറഞ്ഞ സ്നേഹമൊന്നും നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാവില്ല. ചിലപ്പം ചില സഹോദരിമാർ പറഞ്ഞു കേട്ടില്ലേ, ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എല്ലാം ഭയങ്കര ദേഷ്യം വരുമോ? കേട്ടിട്ടുണ്ടോ ഇത്? ഇല്ലേ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹവും കരുണയും ക്ഷമയൊക്കെ തോന്നുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല, ഒരിക്കലും കേൾക്കില്ല. കാരണം നമ്മുടെ കെമിക്കലുകൾ മുഴുവൻ ബ്രെയിനിലുണ്ടാകുന്നതും നമ്മുടെ ചിന്താഗതികളും എല്ലാം ആദമിൻ്റെ മക്കളായിട്ടുണ്ടായത് കൊണ്ട് ഇതെല്ലാം ദൈവത്തിന് ശത്രുത്വമാണ്. അപ്പം ഞാൻ ഇവിടെ നീ പ്രസംഗിച്ചിട്ട് പോയാൽ എൻ്റെ പ്രസംഗത്തിന് കർത്താവ് എത്ര മാർക്ക് ഇടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 0. ഞാൻ വണ്ടി ഓടിച്ച ഡ്രൈവിങ്, ഇവിടെ വന്ന് പ്രസംഗിച്ച് ഇത്ര നേരം നിന്നത്, ഇടയ്ക്ക് വെള്ളം കുടിച്ചോണ്ടാണെങ്കിലും, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് അവസാനം പോകുമ്പോൾ കർത്താവ് ഒരൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ, മോനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നിനക്ക് അവരോട് സ്നേഹമുണ്ടോ എന്ന് മാത്രമാണ്. എൻ്റെ കർത്താവേ, അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ every work that you did multiplied by love 0 equal to 0. എത്ര പേര് ദൈവത്തിന് മുമ്പിൽ സ്വർഗത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്? അവിടെ ആരൊക്കെ കൈവെക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയത്തില്ല, ഈ ന്യായപ്രമാണത്തിൻ്റെ മാങ്ങാണ്ടി നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളെല്ലാം 0-യിലാണ് കിടക്കുന്നുള്ള കാര്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. അങ്ങനെ ഇട്ടിട്ട് പോയാൽ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായി പോകും. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും കൂടെ പറയാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ദൈവം ഒരു തരത്തിലും പരീക്ഷ ജയിക്കാൻ പറ്റാത്ത പിള്ളേരെ എങ്ങനെയാണ് ഒരു ടീച്ചർ പാസ്സാക്കി വിടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു 10 മാർക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ 10-ന് 0 കിട്ടുള്ളൂ. അതുപോലത്തെ പിള്ളേരാണ് നമ്മളെല്ലാവരും. സമ്മതിച്ചോ? അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുപോലെയാണ്. കാരണം ഈ രസം എന്ന് പറയുന്ന ഫാക്ടർ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, ഓക്കെ, ഈ രസം എന്ന ഫാക്ടർ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറൊരാളെ സ്നേഹിക്കണമെങ്കിൽ ഈ രസത്തെ ബേസ് ചെയ്തുള്ള ജീവിതം മുഴുവൻ തീരണം. മനസ്സിലായോ?
ഇപ്പം ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പം പാസ്റ്ററെ നന്നായിരുന്നു കേട്ടോ എന്ന് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു രസമുണ്ടല്ലോ. ആ രസം അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതിന് പരിമിതികളുണ്ട്. സന്തോഷമായില്ലല്ലേ? എല്ലാം മുട്ട വാങ്ങിക്കുന്ന പിള്ളേരാന്ന് ഇത്ര നാൾ അറിഞ്ഞില്ല. നമ്മൾ ഒത്തിരി പയറ്റി നോക്കിയതാ. നമ്മൾ പലതും ഉപേക്ഷിച്ച് നോക്കി, പല രീതിയിൽ ഫാസ്റ്റിംഗ് എടുത്ത് നോക്കി, തീരുമാനം എടുത്ത് നോക്കി. എല്ലാ ജനുവരി 1-നും ഈ ജനുവരി 1-ഓടുകൂടി ഞാൻ നന്നായി എന്ന് പറയും. അപ്പോഴും നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട് എന്നാലും 100% ആയിട്ടില്ല. നമുക്കൊരു 30-32 മാർക്കിനുള്ള നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഉപവാസ പ്രാർത്ഥനയോടുകൂടി കൺവെൻഷൻ തീരുന്നതോടെ അതുങ്ങളുടെ വിടുതലെടുത്ത് നമ്മളൊരു 35 മാർക്ക് പാസ്സാകാനുള്ള സംഘടിപ്പിച്ചാൽ ദൈവം നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിശ്വസിച്ചിരിക്കുന്നവരാണ് വിശ്വാസികളിൽ വലിയൊരു പങ്കും. പക്ഷേ നിങ്ങളൊരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും ആ 35 കിട്ടാൻ പോകുന്നില്ല. ഇത് നമുക്ക് ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം സുവിശേഷം എന്താന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളായേ അല്ലേ? ഇവിടെ വീരവാദങ്ങളില്ല. ഇനി ആർക്കെങ്കിലും ഞാൻ പാപിയല്ലെന്നല്ല, അവനവന് പാപി അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല ഈ സുവിശേഷം. അവർക്ക് വൈദ്യനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. 80 വയസ്സ് കഴിഞ്ഞ ഒരു കാരണവരോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, പാപം ചെയ്തിട്ട് വല്ല ഓർമ്മയുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നറിയാം, ഞാൻ അങ്ങനെ പാപമൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. പാപം ചെയ്യാനുള്ള പ്രായമായി വരുന്നേ ഉള്ളായിരിക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർക്ക് കർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കർത്താവ് പറഞ്ഞെന്താ, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പം എത്ര പേര് രോഗികളായിട്ട് ഇവിടെ ഉണ്ടോ അവർക്ക് മാത്രമേ കർത്താവുള്ളൂ. മനസ്സിലായോ? അപ്പം ഇത്രയും വലിയ മാങ്ങാണ്ടി കൊണ്ട് എന്തിനാ ഈ ന്യായപ്രമാണത്തിനത് വെച്ചത്? അത് വെച്ചില്ലായിരുന്നെങ്കിൽ കുറേ പേര് ഞങ്ങൾ നീതിമാന്മാരാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നേനെ. ഇപ്പോഴേ നടക്കുന്നുണ്ട് ആ മാങ്ങാണ്ടി കാണാത്തോണ്ട് അല്ലേ? അപ്പോൾ ആ മാങ്ങാണ്ടിയും കൂടെ ഇല്ലാതെ നമുക്കെല്ലാം തിന്നാൻ പറ്റുന്ന പഴം തന്നായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ ഇതനുസരിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ചീത്ത പറഞ്ഞേനെ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരെയും പാപത്തിൽ തളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ബൈബിൾ എഴുതിയേക്കുന്നത്. ഗലാത്യ ലേഖനം 3:21 പറയുന്നത്, ആകയാൽ എന്ത് ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, ജീവിപ്പിക്കാൻ കഴിയുന്നൊരു പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ അത് വാസ്തവമായും നീതിക്ക് ആധാരമാകുമായിരുന്നു. ജീവിക്കാൻ പറ്റുന്നൊരു പ്രമാണം തരുമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഇത് മതി, ഇങ്ങനെ ജീവിച്ചാൽ മതി, സ്വർഗ്ഗത്തിൽ പോകുന്നു. പക്ഷെ അടുത്ത വാക്യം പറയാണ്, എന്നാൽ ദൈവം എന്ത് ചെയ്തു? എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3:21-22 ഞാൻ വായിക്കാം. ഓക്കെ, 21. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമായിരുന്നു. മാങ്ങാണ്ടി എടുത്തിട്ട് ഈ മാങ്ങ കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ച് എല്ലാവർക്കും എന്ത് ചെയ്യാമായിരുന്നു? സ്വർഗ്ഗത്തിൽ പോകുമായിരുന്നു. അടുത്ത വാക്യം നോക്കിയപ്പോൾ മാങ്ങാണ്ടിയും കൂടെ വന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. നമ്മളെല്ലാവരെയും പാപത്തിന് കീഴ് അടച്ച് മാങ്ങാണ്ടി വെച്ചിട്ടാ. മനസ്സിലായോ? അപ്പം എത്ര പേര് പാപികളാണെന്ന് മനസ്സിലായി? ഓക്കെ, വർഷങ്ങളായി വിശ്വാസത്തിലിരിക്കുന്നവരും സകല മനുഷ്യരും ദൈവത്തിനു മുമ്പിൽ അവരുടെ പ്രവൃത്തികൾ നോക്കിയാൽ പാപികളാണ്, ഗുണമില്ലാത്തവരാണ്. എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ക്ലാസ് റൂമായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇത്രയും പിള്ളേരുള്ള ഒരു വലിയൊരു ക്ലാസ് റൂമായിട്ട് സങ്കല്പിക്കുക. ഈ ക്ലാസ് റൂമിൽ എത്ര എഴുതിയാലും പാസ്സാകാത്തൊരു കൊച്ചുണ്ട്. അത് ഞാനാന്ന് വിചാരിക്കുക. ഞാനാന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളാന്ന് നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും 0 കിട്ടുകയും ഒരു പരീക്ഷയ്ക്കും ജയിക്കുകയില്ലാത്ത ഒരാളുണ്ട്, അത് ഞാനാണ്. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും തോക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാൾ മിടുക്കരാന്ന് വിചാരിച്ചോ കുറച്ച് നേരത്തേക്ക്? ഈ സുവിശേഷം മനസ്സിലാവണമല്ലോ. കാരണം ഈ പാപബോധം ഉണ്ടാകുന്നവർക്കും മാനസാന്തരം ഉണ്ടാകുന്നവർക്കും ഞങ്ങളെല്ലാവരും പാപികളാണേ നല്ല തോന്നുന്നത്. അവരെല്ലാം എത്ര നല്ലതാ, ഞാൻ മഹാഭാവിയാന്ന് തോന്നുന്നത്. അങ്ങനെ തോന്നിയാലേ ശരിക്കുള്ള മാനസാന്തരം ആവുള്ളൂ. ചില ആൾക്കാർക്ക് യാക്കോബ ശരിയല്ലെന്ന് മനസ്സിലാവും, ഹിന്ദുക്കൾ അവർ ശരിയല്ലെന്ന് പറയും, മുസ്ലിങ്ങൾ ശരിയല്ലെന്ന് പറയും, കത്തോലിക്കർ ശരിയല്ലെന്ന് പറയും, പെന്തക്കോസ്ത് ശരിയല്ലെന്ന് പറയും. പക്ഷെ ഞാൻ ശരിയല്ല എന്ന് മാത്രം അവർക്ക് തോന്നുന്നില്ല. ഈ ഞാൻ ശരിയല്ല എന്ന് തോന്നാത്തടത്തോളം കാലം ഈ സുവിശേഷം കൊണ്ട് അവർക്ക് പ്രയോജനമില്ല. സമ്മതിച്ചോ? ഓക്കെ, അപ്പോൾ ഒരു സാറ് എൻ്റെ അടുത്ത് വരുവാണ്. ഞാനാകട്ടെ, ഞാൻ പറയുമ്പോൾ ഞാനാണ് ഏറ്റവും വിഡ്ഢിയായ, ജയിക്കാത്ത, ഡിസ്ലെക്സിയ ഉള്ള, ലേണിംഗ് ഡിസോർഡർ ഉള്ള ആ കുട്ടി ഞാനാണ്. അപ്പോൾ ഈ സാർ എൻ്റെ അടുത്ത് ഒന്ന് പറയാണ്, ചേച്ചേ നിനക്കൊരു നല്ല വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കും, എന്താ സാറേ നല്ല വാർത്ത? അപ്പോൾ സാറ് പറയും, ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ്. വാ, എന്തൊരു നല്ല വാർത്ത!
ഞാൻ ഉടനെ സാറിന് പറയാം, എൻ്റെ സാറേ, സാറിന് മാത്രം എന്നോട് സിമ്പതി ഉള്ളൂ. സാർ ഒരു കാര്യം ചെയ്യാം, ചോദ്യങ്ങൾ ജയിക്കാനുള്ളത് 35 മാർക്കിനുള്ള ചോദ്യങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ അത് എങ്ങനെയെങ്കിലും പഠിച്ച് ഞാൻ ഈ പരീക്ഷ എഴുതി ജയിച്ചോളാം. എനിക്ക് ജയിച്ചാൽ മതി, വലിയ മാർക്കൊന്നും വേണ്ട. സാർ എന്നെ ഒന്ന് സഹായിക്കണം. സാറ് പറഞ്ഞടാ, നിനക്കെല്ലാം അറിയാവുന്ന സിമ്പിൾ ചോദ്യങ്ങളേ ഉള്ളൂ. സ്നേഹിക്കണം. എൻ്റെ കർത്താവ്, ക്ഷമിക്കണം. ക്ഷമിച്ചു എന്ന് എനിക്ക് തോന്നുന്നേ, പക്ഷെ എൻ്റെ ഉള്ളിൽ ആ അസ്വസ്ഥത കിടപ്പുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ഇപ്പോൾ 0 ആയി. താഴ്മ വേണം. താഴ്ത്തി സമർപ്പിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം, പക്ഷെ താഴ്ന്നില്ല. എത്ര പ്രാവശ്യം പൊടി പോലെ സമർപ്പിച്ചു, താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇത് താഴണ്ടേ? ആരെങ്കിലും ഒന്ന് തോണ്ടി ഉടനെ ഇത് പാമ്പ് പോലെ എഴുന്നേറ്റ് വരും. കൽപ്പനകളെല്ലാം വളരെ ലളിതമാണ്, മനസ്സിലാവുന്നതാണ്, പക്ഷെ ഇത് അനുസരിക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ അനുസരിക്കുന്നവരായിരിക്കും, ആർക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു നല്ല വാർത്തയും കൂടെ ഞാൻ നിന്നോട് പറയാം. അതെന്താ? ഈ പ്രാവശ്യം നിന്റെ പരീക്ഷാ പേപ്പർ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ പറഞ്ഞു, അത് മതി സാർ, എൻ്റെ പേപ്പറിൽ ഞാൻ എല്ലാത്തിനും ചോദ്യപേപ്പറിൻ്റെ നമ്പർ ഇട്ട് വെച്ചേക്കാം, ചോദ്യം അതുപോലെ എഴുതി വെച്ചേക്കാം. എവിടെയെങ്കിലും 3, 5, 8, 2, 4, 8 ഒക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു 35 കടത്തി തന്നാൽ ഞാൻ ഈ ശല്യപ്പെടുത്താൻ ഈ വഴിക്ക് ഇനി വരത്തില്ല. അപ്പോൾ സാറ് പറഞ്ഞു, 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, നിന്റെ പേപ്പറിൽ 1/2 മാർക്ക് ഇട്ടാൽ എൻ്റെ പണി പോകും. കാരണം നീ ഒന്നും എഴുതില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 2, ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ 35 മാർക്ക് പോരാ, 100ന് 100 വേണം. കാരണം ഒരു കൽപ്പനയിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി പോലെ, ചെയും മുറിഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് ഒരൊറ്റ ആൻസർ പാളിപ്പോയാൽ നരകത്തിൽ കിടക്കും. 100ന് 100 ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ, ഇന്നലെ വരെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. 35 മാർക്കിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു വെള്ളവസ്ത്രം ധരിച്ച് ക്ലീൻ ഷേവും ചെയ്ത് നല്ല സ്മാർട്ടായിട്ട് നടന്നാൽ കർത്താവ് ഒരു 20 മാർക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ കുറച്ച് നല്ല പണികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് ഒന്ന് 100ന് 100 വെച്ചിട്ട് അത് സ്നേഹത്തിന് കൊണ്ട് കണക്ട് ചെയ്തിട്ട്, ഞാനിനി എങ്ങനെ ഈ ഒരു പ്രത്യാശ തന്നെ ഇല്ലാതായി പോയി, രക്ഷപ്പെടും എന്നുള്ള ഹോപ്പ് തന്നെ പോയി. സാർ എന്ത് നല്ല വാർത്തയും കൊണ്ടാണ് വന്നത്. ഉള്ള സമാധാനം കളഞ്ഞല്ലേ രാവിലെ ഒരുത്തനെ വിളിച്ച് പ്രസംഗിക്കാൻ കയറ്റിയിട്ട്. ശരിയല്ലേ? നിങ്ങൾ പലരും ഉള്ളിൽ ചിന്തിക്കുന്നില്ല, എൻ്റെ ദൈവമേ ഞങ്ങളെല്ലാം പോക്കാണല്ലോ. വിഷമിക്കണ്ട, ദാ 3ാമത്തെ നല്ല വാർത്ത വരുന്നുണ്ട്. അപ്പം സാറ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, ഒരൊറ്റ നല്ല വാർത്തയും കൂടെ ഉണ്ട്. അതെന്താ? നല്ല വാർത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കൊണ്ട് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ലെന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടുണ്ട്. കൺസൾട്ടൻ്റ്, സൈക്കോളജിക്കൽ കൺസൾട്ടൻസ്, അതായത് സൈക്യാട്രിസ്റ്റുകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവന് ഡിസ്ലെക്സിയാണ്, ഇവന് എക്സാം എഴുതാനുള്ള കഴിവില്ല. അതുകൊണ്ട് നിനക്കൊരു സ്ക്രൈബിനെ വെച്ച്, ഒരു എഴുത്തുകാരനെ വെച്ച് എക്സാം എഴുതാം. അതായത് അതങ്ങനെ കേരള ഗവൺമെൻറ് റൂളുണ്ട്, നിങ്ങൾക്കറിയാം അത്. അപ്പോൾ ഒരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ, സ്ക്രൈബിനെയും കൊണ്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു കൊടുത്താലല്ലേ സ്ക്രൈബ് എഴുതുള്ളൂ. അത് മാത്രമല്ല, ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 9ാം ക്ലാസ്സിലെ കുട്ടിയെങ്കിലും സ്ക്രൈബായിട്ട് വരണം. അല്ലാതെ ഞാൻ തീറ്റ എന്ന് പറയുമ്പോൾ തിന്നുന്ന കാര്യം ആലോചിക്കുന്നവനാകാൻ പാടില്ല. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നവനായിരിക്കണം, അല്ലേ? അപ്പോൾ കുറച്ച് മാത്സ് അറിയണം അവന്, എങ്കിലേ അവൻ എൻ്റെ സ്ക്രൈബായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുത്തൻ, എൻ്റെ ഒരു പ്രോബ്ലം അറിയത്തില്ലാത്ത ഒരുത്തൻ എൻ്റെ സ്ക്രൈബായിട്ട് വന്നാൽ അവൻ 1 മാർക്ക് പോലും എനിക്കറിയാമെങ്കിലല്ലേ അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാറ് പറഞ്ഞു, ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണ്, ഈ പ്രാവശ്യം നിൻ്റെ മാർക്ക് നോക്കുന്നത് ഞാനാണ്. നല്ല വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം നിൻ്റെ സ്ക്രൈബും ഞാൻ തന്നെയാണ്. എത്ര മാർക്ക് കിട്ടും? ഈ 100ൽ 100 കിട്ടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയില്ല. ആ ചോദ്യം ഇടുന്നയാൾ തന്നെ, മാർക്ക് നോക്കുന്ന, നമ്മളെ അവസാനം നീതീകരിക്കുന്ന, നമ്മളെ ന്യായം വിധിക്കുന്ന, നമുക്ക് ഈ നിയമങ്ങൾ തന്ന അതേ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് പകരം ജീവിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതാണ് സുവിശേഷം. എനിക്കൊരു പകരക്കാരനുണ്ട്. ഇതെങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതിയോ? ബൈബിളിൽ വേണ്ടേ? ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ ഭാഗം റോമാലേഖനം 7-8. ഈ റോമാലേഖനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അപ്പോസ്തോലിക ലേഖനങ്ങൾ. ഈ സഭയുടെ പേര് നോക്കി, അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ്. എന്താണ് ഈ അപ്പോസ്തലർ എന്നുള്ളതിൻ്റെ പ്രത്യേകത?
ഒരു സഭയുടെ ഫൗണ്ടേഷണൽ തത്വങ്ങൾ 8 എണ്ണമാണ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ പ്രാപണം, വേർപാട്, അടുത്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. 8 എണ്ണമായോ? 7 ആക്കണ്ട, 8 ഉണ്ട്. ഇതിൽ 5-ാമത്തേതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെ ഉണ്ടെന്നറിയോ? ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങളുടെ കയ്യിലല്ല അതിരിക്കുന്നത്, ഈ പുസ്തകം എഴുതിയ അപ്പോസ്തലന്മാരുടെ കയ്യിലാണ്. അപ്പോൾ ഏത് സഭയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തോ? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും നമുക്ക് എഴുതി തന്ന വചനങ്ങളാണ് ഒരു സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ സഭയിൽ ഈ അടിസ്ഥാനങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ അതിഭയങ്കരമെന്ന് നമുക്ക് തോന്നുന്ന മാങ്ങാണ്ടി പോലെ കഠിനമായ ആ കൽപ്പനകളെ എങ്ങനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അപ്പോസ്തലിക ലേഖനങ്ങളാണ്. നമുക്ക് നോക്കാം യേശു എങ്ങനെയാണ് എനിക്ക് പകരക്കാരനായി വരുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിലാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? 7-ാം അധ്യായം. ഇനി 8-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. 8-ാം അധ്യായത്തിൻ്റെ ഞാൻ വായിക്കാം. ആരെങ്കിലും വായിക്കുന്നവരുണ്ടോ ഇവിടെ? എങ്ങനെ മൈക്കുമായിട്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടോ? ഞാൻ തന്നെ വായിക്കാം. ഓക്കെ, ഞാനൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തത് കണ്ണട എടുത്തില്ല, അതുകൊണ്ടാണ് കഷ്ടം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ, അതായത് നമ്മുടെ ജഡം ബലഹീനമായതുകൊണ്ട്, ഞാനതിൽ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ശരീരം ബലഹീനമായതുകൊണ്ട്, ഇതിൽ നല്ല ഹോർമോണുകളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ന്യായപ്രമാണം നിറവേറുന്നില്ല. ഇപ്പം ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ നിയമങ്ങൾക്ക് നമ്മളെ നീതീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഈ സ്കൂളിലെ നിയമങ്ങൾ നോക്കി, ഒരു കുട്ടി ഒരു സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ നിയമങ്ങളുണ്ടായിരിക്കും. ആ നിയമങ്ങൾ എന്തിനു വേണ്ടി? അവനെ നല്ല കുട്ടിയാക്കാൻ വേണ്ടിയാ, അല്ലേ? ആണോ അല്ലയോ? ഒരു വീട്ടിൽ നിയമങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാ? നല്ല കുട്ടിയാക്കി വളർത്താൻ വേണ്ടിയാ, അല്ലേ? അവർക്ക് പിള്ളേർക്ക് നിയമങ്ങളൊന്നും ഇഷ്ടമില്ലെങ്കിലും അതെല്ലാവരുടെ സ്വഭാവം നന്നാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒരു ഓഫീസിൽ ചെന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ പ്രമാണങ്ങളുണ്ട്, അവിടെ നീതിയോടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാ, അല്ലേ? ഇന്ത്യക്ക് കുറേ നിയമങ്ങളുണ്ട്, അതെല്ലാം നീതിയോടെ നടക്കാൻ വേണ്ടിയാ. എന്നാൽ വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾ എന്തിനാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവില്ലാതെ നീ രക്ഷപ്പെടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഈ നിയമങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്നറിയോ? എൻ്റെ കർത്താവേ, എന്നെക്കൊണ്ട് ഇത് ഒരിക്കലും സാധിക്കില്ല, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുക ചെയ്യുന്നത്. അത് വേദപുസ്തകത്തിലെ പ്രമാണത്തിന് മാത്രമേ അങ്ങനൊരു മാനസാന്തരം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏത് പ്രമാണം നമ്മൾ കേട്ടാലും ഇന്നു മുതൽ ഞാൻ അങ്ങനെ ആയേക്കാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ വളരെ നാളുകൾ വെജിറ്റേറിയൻ ആകണമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അതായത് ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്കൊരു പോളിസി ഉണ്ടായിരുന്നു, എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി കൊല്ലുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഒരു ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടൊരു മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ സുവിശേഷ വേല ഇറങ്ങിയപ്പോൾ എല്ലാം കഴിച്ചു. പക്ഷേ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇന്നു മുതൽ മാംസം കഴിക്കുന്നില്ല. അങ്ങനെ തീരുമാനം എടുത്താൽ നമുക്കത് മാനുഷികമായിട്ട് കഴിയുന്ന കാര്യമാണ്. സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ, സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഞാൻ ഇന്നു മുതൽ സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് മാനുഷികമായിട്ട് കഴിയുന്ന കാര്യമാണ്. ഇനി അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലർ എടുത്ത് കൊണ്ടുവന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എങ്ങനെയെങ്കിലും അവനെ ജയിലിനകത്തിട്ടോ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി എടുക്കാൻ പറ്റും. കാരണം എന്താ? ഈ കൽപ്പനകളെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഞാൻ തീരുമാനം എടുത്താലൊന്നും നടക്കൂലെന്നും മാനുഷികമായിട്ട് ഇത് പറ്റത്തില്ലെന്നും, ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഈ ജന്മത്തിത് സാധിക്കില്ല. അപ്പോൾ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ദൈവത്തിൻ്റെ പ്രമാണം നിറവേറുന്നില്ല, നമ്മളിൽ ആരിലും ആ സ്നേഹം നിറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശത്തിൽ, അതായത് എന്നെ പോലിരിക്കുന്ന ഒരു ശരീരവുമായിട്ട്, അപ്പം എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ സ്ഥാനത്ത് ദൈവം എനിക്ക് പകരം അയച്ചു. മനസ്സിലായോ? അപ്പോൾ എനിക്കൊരു പകരക്കാരനുണ്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ അനുസരിച്ചത്, അപ്പം നമ്മളിപ്പോൾ അനുസരിക്കേണ്ടതെന്നല്ലേ നിങ്ങൾ ഉള്ളിൽ വന്നില്ലേ ചോദ്യം? അതാണ് കാര്യം. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ഞാൻ അനുഭവിക്കേണ്ടതുപോലെ പ്രലോഭനങ്ങളെ നേരിട്ടു, ജയിച്ചു, അനുസരിച്ചു, തികഞ്ഞവനായി. മനസ്സിലായോ? എവിടെ വരെ സ്നേഹിച്ചു? മരണം വരെ സ്നേഹിച്ചു.
എവിടെ വരെ ക്ഷമിച്ചു? മരണം വരെ ക്ഷമിച്ചു. എന്തോരം അനുസരിച്ചു? മരണം വരെ അനുസരിച്ചു. മരിക്കുന്ന സമയത്ത് അവൻ സന്തോഷമുള്ളവനായിരുന്നു. ഓക്കെ, എല്ലാ നീതിയും കർത്താവിൽ പൂർത്തിയായി. ന്യായപ്രമാണം നിറവേറി ക്രൂശിൽ അത് പൂർത്തിയായി. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? നമുക്ക് ആ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കർത്താവിനെ അന്ന് അനുസരണത്തിലൂടെ നടത്തിയ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലേ? യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? സ്വർഗത്തിൽ നിന്ന് ആത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി. അതിനു മുമ്പും കർത്താവ് ദൈവമാണ്, ദൈവപുത്രനാണ്, അവൻ ഒരു പാപവുമില്ല. പക്ഷെ നമ്മളിൽ ഒരാളാകാൻ വേണ്ടി, അവൻ നമ്മോട് ചേരാൻ വേണ്ടി വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് കയറിയപ്പോൾ നമ്മൾ എങ്ങനെയാണോ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് അതുപോലൊരു ജീവിതം കർത്താവ് ജീവിച്ചു ആത്മാവിൻ്റെ സഹായത്തോടെ. ആത്മാവ് അവൻ അനുസരണത്തിലേക്ക് നടത്തി, മരണത്തിലേക്ക് നടത്തി, പുനരുത്ഥാനത്തിലേക്ക് നടത്തി. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? അതേ ആത്മാവിനെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഏതാത്മാവിനെയാ? അവനെ അന്ന് അവിടെ നടത്തിയ അതേ ആത്മാവ്, യേശുക്രിസ്തുവിനെ അനുസരണത്തിലേക്ക് നടത്തിയ ആ ആത്മാവ്, കർത്താവ് അന്ന് ജീവിച്ച അതേ ജീവൻ ഇന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം ആ ജീവൻ നൽകുമെന്ന വാഗ്ദത്തം നമുക്ക് നൽകി. അപ്പൊ കർത്താവ് എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ കുറിച്ച് കാണുന്നത്? സാധാരണ എല്ലാ മതങ്ങളിലും ഈവൻ വിശ്വാസികൾ എന്ന് പറയുന്നവരുള്ളിലും കർത്താവിനെ കുറിച്ച് കാണുന്നത് ഒരു ഫോട്ടോ ആയിട്ടാണ്. താടിയൊക്കെയുള്ള അല്ലേ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഒരു ഇമേജ്, ഇങ്ങനെ എല്ലാവരും കാണുന്നത്. പക്ഷെ യേശുക്രിസ്തു അങ്ങനെ അല്ല ഇപ്പോൾ സ്വർഗത്തിലുള്ളത്. അതുമാത്രമല്ല, അവൻ നമ്മുടെ ഹൃദയത്തിലുള്ളത് ആത്മാവായിട്ടാണ്, അവൻ്റെ ജീവനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ കർത്താവിനെ നമ്മൾ അറിയാൻ പോകുന്നത് ദൂരെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിട്ടല്ല, എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ ജീവനായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? അപ്പോൾ ഓരോ സമയത്ത് ഞാൻ കർത്താവിനെ അറിയുന്നത് എങ്ങനെയാണ്? അവൻ എനിക്ക് പകരക്കാരനായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് വിശ്വാസം. ഇപ്പൊ വിശ്വാസം എന്താ? ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം എൻ്റെ ജീവിതം. ഇപ്പം നിങ്ങൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്നേഹമില്ലാത്ത, ഒരു മൈൻഡും ഇല്ലാത്ത, എല്ലാത്തിനും 0 വാങ്ങിക്കുന്ന ഒരുത്തൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയോ? ഞാനല്ല ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്, ക്രിസ്തുവാണ്. കർത്താവിനെന്ത് സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിച്ചുള്ളതെന്നറിയോ? കാരണം കർത്താവ് വന്ന് 5000 പുരുഷന്മാരും വേറെ അനേകം സ്ത്രീകളും സംഘങ്ങളും ഉള്ള ഒരു വലിയ സഭയോട് 3 ദിവസം നിർത്താതെ സംസാരിച്ചു. എനിക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും എനിക്ക് വെള്ളം കുടിക്കാൻ ഇപ്പം തന്നെ തോന്നുന്നുണ്ട്. അന്ന് ആഹാരം കഴിക്കാതെ അത് കേട്ടോണ്ടിരുന്നവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. യേശു കർത്താവ് പ്രസംഗിച്ച 3 അല്ല 10 ദിവസമായാലും എഴുന്നേക്കാനൊന്നും തോന്നില്ല. നമ്മളിപ്പം പ്രസംഗിച്ച് ഇപ്പം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇയാൾ നിർത്താറായില്ലേ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതിനുമുമ്പേ നിർത്തിക്കണം. അപ്പം ഞാൻ വിശ്വാസത്താൽ നോക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറയുമ്പം ഞാനല്ല, എനിക്കൊരു പകരക്കാരനുണ്ട്. ഈ പകരക്കാരൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അവൻ ഇപ്പം പ്രസംഗിക്കുമായിരുന്നെങ്കിൽ എന്ത് പ്രതിഫലം കിട്ടുമായിരുന്നു അവന്, അതാ എനിക്ക് തരുന്നത്. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവൻ്റെ നീതിയാണ്, അവൻ്റെ അനുസരണമാണ് വിശ്വാസത്താൽ. ഇനി അടുത്ത വാക്യം നോക്കി, 4-ാം വാക്യം നോക്കി. യേശുക്രിസ്തു എനിക്ക് വേണ്ടി അയക്കപ്പെട്ടു, എൻ്റെ സ്ഥാനത്ത് എന്നെ പോലെ ഒരു പകരക്കാരൻ വന്നു. അവൻ വന്ന് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, നമ്മുടെ പാപത്തിന് അവൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഓക്കെ, ഈ പാപത്തിന് ശിക്ഷ വിധിച്ചു എന്ന് പറയുമ്പം ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചു. ഇത് പറഞ്ഞു കഴിയുമ്പം നമ്മളിൽ പലരും ചോദിക്കും, അതെങ്ങനെ സാധിക്കും? പാപം ചെയ്തത് ഞാൻ, ഓക്കെ, ശിക്ഷ അനുഭവിച്ചത് ഒരു പാപവും ചെയ്യാത്ത വേറൊരാൾ, അതും 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനകത്ത് എന്ത് ലോജിക്കാ ഉള്ളത്? ശരിയാണോ? നീതിയാണോ അത്? എന്ത് തോന്നുന്നു? പാപം ചെയ്തവനെയല്ലേ ശിക്ഷിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഞാൻ പാപം ചെയ്തതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചാൽ എങ്ങനെയാണ് ഞാൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? അതിനൊരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ വാക്യങ്ങൾ അവസാനിപ്പിക്കാം. അതായത് നമ്മളെല്ലാവരും, വേദപുസ്തകം പറയുന്ന അനുസരിച്ച് നമ്മളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഒരു കാലത്ത് ആരിലുണ്ടായിരുന്നു? ആദമിലുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വല്യപ്പന് കുറേ സ്വത്തുക്കളുണ്ടെങ്കിൽ ആ സ്വത്തിന് എനിക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടാ?
വല്യപ്പനിൽ ആരും ഉണ്ടായിരുന്നു? ഞാനും ഉണ്ടായിരുന്നു, ഇല്ലേ? വല്യപ്പനില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ എവിടെ നിന്ന് വന്നതാ? നിങ്ങളിപ്പോൾ മൂളൊന്നും ഇല്ലല്ലോ, അങ്ങനെ അല്ലേ? ഓക്കെ. അപ്പം അംബാനിയുടെ സ്വത്തുക്കൾ അംബാനിയുടെ പിള്ളേർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാ? അവരെല്ലാം ഒരു കാലത്ത് ആരിലുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം അങ്ങനെ തിരിച്ച് ആലോചിച്ചാൽ നമ്മളെല്ലാം ആരിലുണ്ടായിരുന്നു? ആദം. ഈ ആദം നമുക്ക് എന്താ തന്നെന്നറിയാമോ? ഈ വൃത്തികെട്ട സ്വഭാവം. അത് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മുടെ വല്യപ്പൂപ്പനായ ആദമിൽ നിന്ന് കിട്ടിയതാ. അപ്പം ആദമിൻ്റെ വെളിയിൽ നിന്ന് വന്ന ഒരാൾ പോലും ഇവിടെ ഇല്ല. ഉണ്ടോ? ചൊവ്വായിന്ന് വല്ലതും വന്നിറങ്ങി ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ ആദം പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ആദമിൻ്റെ സ്വഭാവം മക്കൾക്ക് മുഴുവൻ കിട്ടി. ഉണ്ടാകുന്ന മക്കൾ മുഴുവൻ രസം. ഇത് തിന്നാൻ കൊള്ളാം, ഇത് രുചിയുള്ളതാ, ഈ ഷർട്ട് കൊള്ളാം കേട്ടോ, ഇത് മതി. ഇങ്ങനെ ആയിപ്പോയി, എല്ലാം ഇങ്ങനെ ആയിപ്പോയി. അവൻ്റെ കൂടെ ജീവിച്ചാൽ മടുത്തു, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ മടുത്തു. ആദം ഹൗവയാ അലറി വിളിക്കുന്നത്. ആ സ്വഭാവം തൂത്താലും പോകാത്ത ഒരു മനുഷ്യ പ്രകൃതം നമുക്ക് ലഭിച്ചു. ശരിയല്ലേ? ശരിയാണോ? എന്തുകൊണ്ടാ? ആദമിനുണ്ടായിരുന്നുകൊണ്ട്. ഇനി ഇതിൻ്റെ രസകരമായ ഒരു കാര്യം എന്നറിയാമോ? ആദം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകമുണ്ടാകുന്നതിന് മുമ്പ് ആരൊക്കെ വിശ്വസിക്കുമെന്ന് കർത്താവ് മുന്നമേ നോക്കിയിട്ട്, കർത്താവിനെല്ലാം കാണാമല്ലോ, ഭൗതം ഭാവി വർത്തമാനം എല്ലാം കാണാം അല്ലേ? അപ്പോൾ ആദം പാപം ചെയ്യുമ്പോൾ തന്നെ കർത്താവിന് എന്തൊക്കെ കാണാം? ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം, ക്രിസ്തു മരിച്ചത് കാണാം, നമ്മൾ നിത്യതയിലിരിക്കുന്ന എല്ലാ കർത്താവിന് കാണാം. കർത്താവിൻ്റെ കണ്ണിനൊന്നും മറിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ കർത്താവ് ഈ ടൈമിലേക്ക് നോക്കിയിട്ട് അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം മുന്നമേ എടുത്ത് ആരിലാക്കി? ക്രിസ്തുവിലാക്കി. മനസ്സിലായോ? അപ്പോൾ ആദം അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേടിൻ്റെ മക്കളായിട്ട് നമ്മളെല്ലാവരും ജനിച്ചുവെങ്കിലും അതിനും മുൻപ് തന്നെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ കർത്താവ് ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചായിരുന്നു. നമ്മളെല്ലാവരും ആദമിലാകുന്നതിന് മുമ്പ് തന്നെ ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ കർത്താവ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ അവകാശികളാണ്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പം ഞാൻ ഉണ്ടായിട്ടില്ല, ഞാനിപ്പോഴിവിടെ ഉണ്ട്. പക്ഷെ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഞാൻ ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. അപ്പോൾ കർത്താവ് ആർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്? എനിക്ക് വേണ്ടിയാ. അപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ കാഴ്ചയിൽ നോക്കിയാൽ യേശുക്രിസ്തു മാത്രമേ മരിച്ചിട്ടുള്ളൂ, അപ്പുറത്തൊരു കള്ളൻ ഇപ്പുറത്തൊരു കള്ളൻ. എന്നാൽ വിശ്വാസത്താൽ നോക്കുമ്പോൾ ആ നടുക്കത്തെ ക്രൂശിൽ യേശുക്രിസ്തു മാത്രമല്ല, എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. ഇങ്ങനെയാണ് ആ പഴയത് കഴിഞ്ഞു പോയത്. നമ്മൾ നന്നാകാൻ ശ്രമിച്ചിട്ട് നന്നാവൂലായിരുന്നു അല്ലേ? ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞില്ല നന്നാവൂലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ ക്രൂശിന് വിട്ട് കളഞ്ഞു. കർത്താവിൻ്റെ കൂടെ ജഡത്തിന്, ഇവിടെ എഴുതിയിരിക്കുന്നത് ശിക്ഷ വിധിച്ചു എന്നാ അല്ലേ? പാപത്തിന് ജഡത്തിൽ. അപ്പൊ നമ്മുടെ ജഡജീവിതം, ജഡത്തിലുള്ള പഴയ മനുഷ്യനെ കർത്താവ് അവന്റെ ക്രൂശോടുകൂടി തീർത്തു. ഇത് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പഴയ ജഡം, രസം, എൻജോയ്മെന്റ് ഇതെല്ലാം ഇങ്ങനെ വാഴുന്നതായിട്ട് നമ്മൾ ഇന്നും കാണുന്നത്. ഓക്കെ. അതുകൊണ്ട് പൗലോസ് പറയാണ്, വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ്. ക്രിസ്തുവിൽ ഞാൻ മരിച്ചു. ഒന്ന് വിശ്വസിച്ച് നോക്കി, ഒരു നിമിഷം മരിച്ചു എന്ന്. ഓക്കെ, വിശ്വസിച്ചോ? ഒന്ന് കണ്ണടച്ചിട്ട് ചിന്തിച്ചേ, ഞാൻ കർത്താവിൻ്റെ കൂടെ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ. ഫെയ്ത്താ. അപ്പൊ കർത്താവ് പുനരുത്ഥാനം ചെയ്തപ്പോൾ നമ്മൾ എഴുന്നേറ്റു, അങ്ങനെ ബൈബിൾ പറയുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ മരിച്ചു, അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു ഒന്ന് വിശ്വസിച്ച് നോക്കി ഒരു നിമിഷം. അപ്പോൾ ആദമിൻ്റെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരുടെ ലൈഫിലേക്ക് പോയി? ക്രിസ്തുവിൻ്റെ ലൈഫിലേക്ക് പോയി. ഒരു നിമിഷം ഈ മരണം നമ്മളൊന്ന് അനുഭവിച്ച് നോക്കാം. ഞാൻ മരിച്ചു. ഓക്കെ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ മരിച്ചു. അപ്പം ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരാൾ, എൻ്റെ പാസ്റ്ററെ, ഞാൻ ആ ചർച്ചിൽ ചെന്നിട്ട് അവരെന്നെ ഒന്നും ബഹുമാനിച്ചില്ല. അപ്പം ഞാൻ എന്ത് പറയും? മരിച്ചവനെ എന്നാ ബഹുമാനിക്കാനാ? മരിച്ചല്ലേ. മനസ്സിലായോ? എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല ബ്രദറെ. നീ മരിച്ചില്ലേ, പിന്നെ എന്തിനാ സ്നേഹിക്കുന്നേ? മനസ്സിലായോ? ചത്ത് കിടക്കുന്നവനെ കളിയാക്കിയാലും പ്രശ്നമില്ല, അപമാനിച്ചാലും പ്രശ്നമില്ല. കാരണം അവൻ മരണം അനുഭവിക്കോ വിശ്വാസത്താൽ. ഞാനില്ല, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിന്. നോർത്ത് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ഉള്ളൊരു മനുഷ്യൻ, പണ്ഡിറ്റ് വേദപ്രകാശ് എന്ന് പറയുന്നൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്. ഇന്ദിരാഗാന്ധിയുടെ ഡയറക്റ്റ് അല്ല, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി, എനിക്ക് ഓർമ്മയില്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അദ്ദേഹം ഒരു ഭാര്യയെ മർദ്ദിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പണ്ഡിറ്റ് വേദപ്രകാശ് എന്നായിരുന്നു. അയാളുടെ ഭാര്യ ഒരു ക്രിസ്ത്യനായിരുന്നു.
പക്ഷെ അതുകൊണ്ടല്ല അയാൾ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് ഈ ഓഫീസിലെ ഫ്രസ്ട്രേഷൻസും ദേഷ്യവും മുഴുവൻ തീർത്തുകൊണ്ടിരുന്നത് ഈ ഭാര്യയുടെ മുകളിൽ ഇടിച്ചോണ്ടാണ്. ചില പുരുഷന്മാരങ്ങനെയുണ്ട്, അവർക്ക് ഈ ഭാര്യ ഇടിക്കുമ്പോഴാണ് സമാധാനമാകുന്നത്. അവന് അധികാരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഇടം ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ആരോഗ്യമുള്ളവരെ പേടിക്കണം. അത് പറ്റില്ല. അതുകൊണ്ട് ആരോഗ്യം ഇല്ലാത്തതിൻ്റെ പുറത്താണ് ഇതെല്ലാം തീർക്കുന്നത്. ഈ പുള്ളി അങ്ങനെ ഒരാളായിരുന്നു. പുള്ളി ഭാര്യയെ ചുമ്മാ ഇട്ട് അടിക്കുമായിരുന്നു. ഭാര്യ അടിക്കുന്ന ഭർത്താക്കന്മാരെ നിങ്ങളെപ്പോലെ മ്ലേച്ഛന്മാർ ലോകത്തൊരിടത്തുമില്ല. കാരണം നിങ്ങൾ കുറച്ചുകൂടെ തണ്ടും തടിയുള്ള ആരുടെ അടുത്ത് പോയാണ് നിങ്ങൾ അഭ്യാസം കാണിക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഓക്കെ, ഇനി കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ സഹോദരി പോയി, ഇയാൾ ഓഫീസിൽ നിന്ന് വന്നപ്പം ഇയാൾ സോഫ ഇരിക്കുന്നു. ഇവർ പോയിട്ട് ആ ഷൂസ് അഴിക്കാൻ തുടങ്ങലും ഇദ്ദേഹം ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്ത സ്ത്രീക്ക്. ആ സ്ത്രീ തെറിച്ച് പോയി ഭിത്തിയെ പോയി അടിച്ച് വീണു, ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. ഇവരടുത്ത് കിടന്ന ഒരു ടവലെടുത്തിട്ട് ആ മുറിവ് അങ്ങ് കെട്ടി. പിന്നെയും ഒന്ന് മുട്ടുകുത്തി നിന്ന് അയാളെ നോക്കി ചിരിച്ചോണ്ട് ആ മുട്ടുകുത്തി നിന്ന് ആ ഷൂസ് ബാക്കിയും കൂടെ ഊരിയും എടുത്തു. ഇയാള് നേരത്തോട്ടിരുന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സഹോദരി പറഞ്ഞു, ഞാൻ മരിച്ചു, ഞാനല്ല, ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. പകരക്കാരൻ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരു പകരക്കാരനുണ്ട്. ആ മനുഷ്യൻ 95-ാം വയസ്സിൽ ബൈബിൾ എടുത്തുകൊണ്ട് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടില്ല. അയാളുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നിടത്ത് ഞാൻ ചെന്നിറങ്ങിയപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു പാക്കപ്പ് ചെയ്ത് പോകുന്നതാണ് കണ്ടത്. 95, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഒരു ആൾ കർത്താവിൻ്റെ മരണം എൻജോയ് ചെയ്യുമ്പോൾ അവൻ നോ എന്ന് പറയുന്നത് ആ ആദാമ്യ ജീവിതത്തിലെ പാപത്തോടാണ്. നമ്മുടെ കഴിവിലല്ല ഇത് സംഭവിക്കുന്നത്, വിശ്വാസത്താലാണ്. എന്താ വിശ്വസിക്കുന്നത്? ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പം എനിക്കൊരു പകരക്കാരനുണ്ട്. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, പക്ഷെ എനിക്കൊരു പകരക്കാരനുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ തിരിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ മരിച്ചു. സന്തോഷമായോ? അപ്പോൾ നമ്മൾ ചുമ്മാ ഇവിടെ ഈ കസേര ഇരുന്നുകൊണ്ട് ഇപ്പോൾ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കില്ല. കുറേ കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ എഴുന്നേറ്റ് പോകും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീരുമാനമെടുത്ത് ഒരിക്കലും മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഓരോ ക്രൂശുകൾ കർത്താവ് തന്നിട്ടുണ്ടാവും. ഈ ക്രൂശ് എന്ന് പറഞ്ഞാൽ രോഗവും പ്രയാസവും പട്ടിണിയൊന്നും അല്ല. അതൊക്കെ ആകാം, പക്ഷെ അത് മാത്രമല്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അയാളാണ് നിങ്ങളുടെ ഒന്നാം തരം കുരിശ്. നേരെ അയാളെ കാണുമ്പോൾ വിചാരിക്കുക, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ആ ക്രൂശിൽ നിങ്ങൾ മരിക്കണം, അല്ല ചുമ്മാ ഇവിടെ ഇരുന്ന് മരിച്ചിട്ട് കാര്യമില്ല. ആ ക്രൂശ് എവിടെ നിങ്ങളുടെ ലൈഫിലുള്ളത്, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, പിള്ളേരായിരിക്കും, എവിടെയാണോ നിങ്ങളുടെ ക്രൂശ് ഉള്ളത്, ആ ക്രൂശിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് പകരം ജീവിക്കുന്ന ഒരാളെ അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് ഏകീഭവിച്ചവരായാൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശത്തോട് ഏകീഭവിക്കും. When we confess his death, we are also confessing his resurrection. എത്ര സിമ്പിൾ അതല്ലേ? ഇനി ഇത് വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു എന്ന പകരക്കാരൻ, ഒത്തിരി കഥകളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇത് പറയാൻ. നമ്മൾ ഏത് സാഹചര്യത്തിൽ ചെന്നാലും ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോൾ എൻ്റെ ഫെയ്ത്ത്, ഞാൻ വിശ്വസിക്കുകയാണ് ആദമിലുള്ളവനല്ല ഞാൻ, ആ ആദമിലുള്ളവൻ മരിച്ചു, ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ളവനാണ്, അവൻ്റെ കൂടെ ഞാൻ പുനരുത്ഥാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ജഡം പറയും, ഇല്ലില്ല, നിൻ്റെ സ്വഭാവം നോക്ക്, നീ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അപ്പോൾ പൗലോസ് പറയും, അങ്ങനെയല്ല, പാപസംബന്ധമായി മരിച്ചവരെന്നും നാം ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊണ്ടിരിക്കുവിൻ. കണ്ടിന്യൂ ടു ബിലീവ് ഇറ്റ്. വിശ്വാസം എക്സർസൈസ് ചെയ്യും. മരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ആദ്യമൊക്കെ നമ്മൾ മരിച്ചു എന്നൊന്നും ഓർക്കില്ല. മരിച്ചെന്ന് ഓർക്കാതെ 2 പൊട്ടിയൊക്കെ കൊടുത്ത് പിന്നെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അയ്യോ ഞാൻ മരിച്ചായിരുന്നല്ലോ, മരിച്ചാൽ എഴുന്നേറ്റ് ഒന്ന് അടിച്ചതാണല്ലോ എന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത്. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ കഴിയുമ്പോൾ പതുക്കെ ഓർമ്മ വരാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ ജീവിച്ച് അത് നമ്മുടെ ലൈഫായിട്ട് മാറും. അങ്ങനെ ആ മരണത്തെ നമ്മൾ, ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മുടെ ശരീരത്തിൽ വിശ്വാസത്താൽ വഹിക്കുമ്പം നമ്മൾ ഈ ലോകത്തൊരു പ്രശ്നവും നമുക്കില്ല. കാരണം നമ്മുടെ ലൈഫ് രസങ്ങളെ അധിഷ്ഠിതമായുള്ള പഴയ ലൈഫ് മാറി സ്നേഹത്തെ അധിഷ്ഠിതമായൊരു പുതിയ ലൈഫ് നമുക്കുണ്ടാകാൻ ഞാൻ ഇത്രയും പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കർത്താവ് മരിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ മരിച്ചു, അവൻ പുനരുത്ഥാനം ചെയ്തപ്പോൾ ഞാൻ പുനരുത്ഥാനം ചെയ്തു. ഇപ്പം ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവിക ജീവനിൽ ജീവിക്കാനും ജീവജല നദികളിൽ നിന്ന് അവരിൽ നിന്ന് ഒഴുകുവാനും സാധിക്കും. സന്തോഷമുണ്ടോ? ഓക്കെ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ ലൈഫിനെ കുറിച്ച് എൻ്റെ സാക്ഷ്യം ഞാൻ പറയുന്നു, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഞാൻ വളരെ നീതിമാനായൊരു മനുഷ്യനായിരുന്നു ചെറുപ്പത്തിലെ. സാധാരണഗതിയിൽ ആൾക്കാർ പറഞ്ഞാൽ വളരെ പാപിയായ മനുഷ്യനായെന്ന് പറഞ്ഞില്ല തുടങ്ങുന്നത്. എൻ്റെ നീതി ആർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി.
അതായത് ഈ ചില ക്ലാസ്സുകളിൽ നീതിമാന്മാരായ പിള്ളേർ കാണും. അവർ ക്ലാസ്സിൽ എന്ത് സംഭവിച്ചാലും ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കും. ടീച്ചർമാർ അവരെയാണ് ഈ ഗുണ്ടാപ്പണി ഏൽപ്പിക്കുന്നത്. ചാരന്മാരുടെ പണിയും ഗുണ്ടാപ്പണിയും. പേരെഴുതി കൊടുക്കുക. കണക്ക് സാറ് വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടാ സാറില്ല എന്ന് പറയുമ്പം വേറെ സാറിനെ വിളിച്ചുകൊണ്ട് വരിക. ഇങ്ങനെയുള്ള കലാപരം. വളരെ അതിനീതിമാനായ, കൂട്ടുകാർക്കൊന്നും കാണാൻ മേലാത്ത ആ അത്ഭുത വ്യക്തിയായിരുന്നു ഞാൻ. പിള്ളേരെല്ലാം എന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഇങ്ങേരുടെ കാലത്തൊന്നും പഠിക്കാൻ പോകാതിരുന്ന ഭാഗ്യമൊന്നും. പിള്ളേർക്ക് എന്നെ കണ്ണിന് കാണാൻ മേലായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ അവരുടെ ക്ലാസ്സിലെ ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ ഒരിക്കലും തിരഞ്ഞെടുക്കത്തില്ല. പക്ഷേ ടീച്ചർമാർ എന്നെ എന്തെങ്കിലും ഒരു പൊസിഷനാക്കി അവിടെ വെക്കും. കാരണം എന്നെ കൊണ്ട് അവർക്ക് ഉപകാരമുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാവരിലും നീതിമാനായി, ഒരു തെറ്റും ചെയ്യത്തില്ല. 9 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 8:55 ക്ലാസ്സിൽ കാണും. ഹോംവർക്ക് കൃത്യമായിരിക്കും, പഠിക്കുന്ന കാര്യത്തിൽ കൃത്യമായിരിക്കും, അക്കാഡമിക്കലി ഗുഡ്, ക്യാരക്ടർ വൈസ് ഗുഡ്. അവസാനം ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം എൻ്റെ ഹെഡ് മാസ്റ്റർ എനിക്കൊരു കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് തന്നു. ഹിസ് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ വെരി ഗുഡ്. അങ്ങനെ ആർക്കും പുള്ളി കൊടുത്തിട്ടില്ല, ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഗുഡെന്നും ഒക്കെ എഴുതുന്നത്. പക്ഷേ പുള്ളി വെരി ഗുഡ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ അപ്പൻ അത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഭിനയം എൻ്റെ ആയിരുന്നുകൊണ്ടാണ്. എൻ്റെ ഒറിജിനൽ സ്വഭാവം അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യത്തില്ലായിരുന്നു. ഷുവർ. എൻ്റെ സ്വഭാവം അറിയാവുന്നവർ എന്നേക്കാൾ നല്ലവരും കരുണയുള്ളവരായിരുന്നുകൊണ്ട് അവരത് മിണ്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പതുക്കെ നീതിയിൽ രസിച്ച് കോളേജിൽ ചെന്നു. ഭയങ്കര നീതിമാൻ. അത് എന്നെപ്പോലെ ആരുമില്ല. ഞാൻ കാരണം പഠിത്തം നിർത്തിപ്പോയിട്ടുണ്ട് പിള്ളേർ. കാരണം ടീച്ചർമാർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരവരെ പുറത്താക്കില്ല. അവർക്ക് ഇത്തിരി കരുണയുണ്ടല്ലോ. ഞാൻ പറയും, അങ്ങനെ ഞാനും നാളെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കും. ഇപ്പം നിവൃത്തിയില്ല. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട് ഇവരെ ഓർത്ത്. ഞാൻ കാരണം പഠിത്തം നിർത്തേണ്ടി വന്നവരെ ഓർത്തിട്ട്. ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ പോയി നോക്കുക, ദൈവം അവരെവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയോ, അതെന്നെ ശപിച്ചുകൊണ്ട് നടക്കുമായിരിക്കുമോ എന്ന്. ഏതായാലും അവരൊക്കെ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു പോയതായിട്ട് ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ സുവിശേഷം കേട്ടു. അപ്പോൾ ഈ സുവിശേഷം കേൾക്കുമ്പം എൻ്റെ കയ്യിൽ ഒരു പാപബോധം ഇല്ല കേട്ടോ. ഒരു പാപബോധം ഇല്ലെന്ന് മാത്രമല്ല, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ 800 രൂപ എന്ന ഫീസ്, 90s early 90s ഹോസ്റ്റൽ ഫീസ് 800 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ എങ്ങനെയായാലും 1000 രൂപ അയക്കും. സാമ്പത്തിക പ്രശ്നമില്ല എനിക്ക്. അപ്പന് പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ എനിക്കത് അറിയേണ്ട കാര്യമില്ലായിരുന്നു. ആരോഗ്യം കുഴപ്പമില്ല, രോഗങ്ങളൊന്നുമില്ല. കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നെപ്പോലെ കുറേ നീതിബോധമുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. പിന്നെ ആരുമായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ സമാധാനമായിട്ട് പോകുമ്പോഴാണ് ഞാൻ സുവിശേഷം കേൾക്കുന്നത്. സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ സുവിശേഷമൊക്കെ കേട്ട് കർത്താവിന് എനിക്ക് വേണമെന്ന് ആഗ്രഹമൊക്കെ തോന്നി. ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, ഹോസ്റ്റലിൻ്റെ റൂമിൽ, ടെറസിൽ ഞാൻ പോയിരിക്കുമ്പം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിലേക്ക് ഞാൻ പോയി നിന്നു. ഞാനിത് എക്സാക്ട്ലി അതുപോലെ ഓർത്തല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ തിയോളജി, എൻ്റെ വേദശാസ്ത്രം. നമ്മൾ എപ്പോഴായാലും ഒരു ദിവസം ദൈവത്തിൻ്റെ കോടതി മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒന്നുകിൽ മരണത്തിന് മുമ്പ്, അല്ലെങ്കിൽ മരണത്തിന് ശേഷം. മരണത്തിന് മുൻപ് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോടതിയിൽ പോയി നിന്നാൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി അവനിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ്, ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്. ഞാൻ അവിടെ ചെന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുവാണ് എൻ്റെ കാഴ്ചയിൽ. അപ്പോൾ എനിക്കെതിരെയുള്ള കുറ്റങ്ങൾ വായിക്കാൻ വേണ്ടി സാത്താൻ വന്ന് നിൽക്കുവാണ്. സാത്താൻ്റെ കയ്യിൽ വലിയ ഫയൽസ് ഉണ്ട്. അവൻ്റെ പണി എന്തുവാ? കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ സാത്താൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും കുറ്റങ്ങൾ എങ്ങനെ വന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നിട്ട് അവൻ പുസ്തകം തുറന്ന് നോക്കിയിട്ട് പറയാണ്, ഈ ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇവൻ ഒരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, മൃഗങ്ങളെ പോലും കൊല്ലരുതെന്ന് വിചാരിക്കുന്ന, കോഴിയെ പോലും കൊല്ലാത്ത ഞാൻ എങ്ങനെയാണ് കൊലപാതകനാകുന്നത്? അപ്പോൾ ബൈബിളിൽ ഒരു വാക്യമാണ് എനിക്ക് കർത്താവ് പറഞ്ഞു തന്നത്. ഞാനിതൊരു കഥയായിട്ട് പറയും കേട്ടോ. കർത്താവ് പറഞ്ഞു തന്നത്, സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു മനുഷ്യനോട് സ്നേഹമില്ല. എല്ലാവരോടും വൈരാഗ്യവും മത്സരമാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒരാളെ അല്ല
അനേകരെ എൻ്റെ ഹൃദയത്തിലിട്ട് കൊന്നിട്ടുണ്ട്, അനേകരെ നാട് കടത്തിയിട്ടുണ്ട്. നമ്മളിത് ചെയ്യുന്നുണ്ടല്ലേ നാട് കടത്തിൽ? എങ്ങനെ നാട് കടത്തുന്നറിയാം നമ്മൾ? നമ്മുടെ കോടതി ഇനി അവനോട് ഞാൻ മിണ്ടുന്നില്ല, ഇനി അവൻ്റെ വീട്ടിൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞ് എൻ്റെ ലോകത്തുനിന്ന് അവനെ ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നു. എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഇനി എൻ്റെ ലൈഫിൽ അവനില്ല, അവനോട് ഞാൻ മിണ്ടുന്നില്ല, കൊന്നു. ദാറ്റ്സ് മർഡർ. ഒരുപക്ഷെ അവനെ നന്നാക്കാൻ വെച്ചിരിക്കുന്ന ആളായിരിക്കും നിങ്ങൾ കാലു മാറി. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊലപാതകം എന്ന് പറയുന്നതിനകത്ത് എനിക്ക് രക്ഷയില്ല. പിന്നെ വ്യഭിചാരം. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് പോലും ഇന്ന് വരെ ഇല്ല കേട്ടോ. ആകെ ഒരു ഭാര്യയുള്ളൂ പ്രേമിക്കാൻ. അപ്പോൾ പറഞ്ഞു, നീ പ്രേമിക്കണ്ട, നിൻ്റെ ഉള്ളിൽ തോന്നിയ മോഹങ്ങളെല്ലാം ഇവിടെ വ്യഭിചാരവും രേഖപ്പെടുത്തി. എൻ്റെ കർത്താവ്. അപ്പോൾ കൊലപാതകവും വ്യഭിചാരവും ഒന്നും ചെയ്യാതെ നീതിമാനായെന്നെ തലയിലോട്ട് ഇത് രണ്ടും വെച്ചിട്ടുണ്ട്. വായിച്ചു വന്നു കഴിഞ്ഞപ്പം സകല പാപങ്ങളും ഉണ്ട്. ഒന്നും എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ മാങ്ങാണ്ടിയാണ് കാണിക്കുന്നത്. ഒന്നും കഴിച്ചിട്ടില്ല. അവസാനം സാത്താൻ പറഞ്ഞു, ഒരു വലിയ പാപം കൂടെ കിടപ്പുണ്ട്. എന്താ? ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രയും പാപം ഞാൻ സമ്മതിച്ചു, പക്ഷെ ഈ പാപം മാത്രം ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, 1ാം വർഷം പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഓർത്തഡോക്സുകാരനായിരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് ചർച്ചിൽ, ചങ്ങനാശ്ശേരി സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ അന്ന് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, MGOCS, ഇന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഭാരവാഹി ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് നല്ല ഗമയ്ക്ക് നിൽക്കുന്ന സമയമാണ്. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ചർച്ചിൽ. അപ്പം ഞാൻ ആലോചിക്കുക, കർത്താവേ, ഈ അച്ഛൻ്റെ കുപ്പായവും ഈ വടിയും ഈ മണിയും ഈ കിലുക്കവും ഈ പുകയും ഇതൊക്കെ യേശുക്രിസ്തു ശിഷ്യന്മാർ നടന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു പള്ളി പണിത് അതിനകത്ത് കുർബാന നടത്തിയോ? അങ്ങനെ ഈ പട്ടത്വം ഉണ്ടായിരുന്നു. അന്ന് അവർ അച്ഛന്മാരായിരുന്നു. എൻ്റെ ഉള്ളിൽ തോന്നി, ഇതൊന്നും ബൈബിളിലില്ല, ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. എന്നെൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്ലാഷ് ഓഫ് തോട്ട് പോയി. അന്ന് ഞാൻ ആ പള്ളി വിട്ടു. എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ആ പള്ളി കയറിയിട്ടില്ല. എൻ്റെ കസിൻസിൻ്റെ കല്യാണം നടക്കും, ഞാൻ വെളിയിൽ പോയി നിൽക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ അല്ലാന്ന്. എനിക്ക് ദൈവത്തെ അറിയത്തുമില്ല, വചനം അറിയത്തില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഞാൻ വിഗ്രഹങ്ങളുള്ള പള്ളികൾ വിട്ടതാണ്. അപ്പം ഞാൻ വിഗ്രഹാരാധന എന്ന വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനത് ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ വിഗ്രഹം എന്ന് പറയുന്നത് പള്ളി ഇരിക്കുന്ന അമ്പലത്തിൽ നിന്നിരിക്കുന്നതല്ല, അത് നീ തന്നെയാണ്. എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണം, അതായത് ശരിക്കുള്ള വിഗ്രഹം. എന്തുവാ? ഇപ്പം ഒരാൾ ചേസ് പാസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയതിനായിട്ട് ഭാഗ്യം. എന്ത് ഭാഗ്യം? കർത്താവിനെ കിട്ടിയതല്ലേ അതിനേക്കാളും വലിയ ഭാഗ്യം. ഇത്രയും ദൂരം കഷ്ടപ്പെട്ടു വന്നു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്നില്ലേ അല്ലേ? കർത്താവ് ഇങ്ങനെ 5, 10, 50, 100 പേരുള്ളിടത്തല്ല, ഒറ്റയ്ക്കുള്ളിടത്ത് വരെ കർത്താവ് അന്വേഷിച്ചു. ഒരു ശമരിയക്കാരി സ്ത്രീ അന്വേഷിച്ച് പോയി, വിശന്ന് ദാഹിച്ച് വേർത്ത് കുളിച്ച്. അതാ കർത്താവ്. നമ്മളൊക്കെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വിളിക്കുമ്പോഴാണ് നമ്മൾ വരുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു, ശരിയാ കർത്താവ്, എൻ്റെ ഉള്ളിലൊരു വിഗ്രഹമുണ്ട്, എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. റവറൻ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ്. റവറൻ്റ് പാസ്റ്റർ, എന്തൊരു കുളിര്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു വെറും യേശുവായിരുന്നു. ബ്രദർ യേശു എന്ന് പോലും ആരും പറഞ്ഞില്ല. ബ്രദർ പത്രോസ് ഇല്ല, ബ്രദർ പൗലോസ് ഇല്ല, ആരുമില്ല. എല്ലാം വെറും കേഫ, വെറും പത്രോസ്, അന്ത്രയോസ്. നമുക്ക് പറ്റിയല്ല. നമുക്ക് ഈ വിഗ്രഹം ഇരിക്കുന്നതുകൊണ്ട് അതിനെന്തേലും ഒന്ന് പിടിപ്പിച്ചാലേ നമുക്കൊരു സമാധാനമുള്ളൂ. കർത്താവ് പറഞ്ഞു, മോനെ, നിന്റെ കാര്യം പോക്കാണ്. ഞാൻ അവിടെ കിടന്ന് അലറിക്കരഞ്ഞു. എനിക്ക് ആ കരച്ചിൽ മാത്രം ഓർമ്മയുള്ളൂ. ഇതെല്ലാം ഞാൻ ഡ്രാമ പോലെ പറഞ്ഞതാണ്. അസാമാന്യമായ പാപബോധം. നിങ്ങൾക്കറിയാമോ, ആ പാപബോധം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ക്ഷമിക്കപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അത് ഞാൻ എത്ര വലിയ പാപിയാണെന്നുള്ള ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എൻ്റെ പിള്ളേരെ വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ വടിയെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് പറയും, നിന്നേക്കാൾ എത്രയോ ഭേദമാണ് അവർ. ഭയങ്കര പാടായിരുന്നു എനിക്ക് ആ ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത്. കാരണം ദൈവത്തെ ഒരാൾ കണ്ടുമുട്ടിയാൽ അവൻ്റെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത്, അയ്യോ ദൈവമേ, ഞാൻ എന്തുള്ളൂ എന്നുള്ള നിലവിളിയാണ്. ഇയ്യോബിനെ കുറിച്ച് സാത്താൻ നോക്കിയിട്ട് പോലും ഒരു കുറ്റവും കണ്ടില്ല. എന്നാൽ ദൈവം അവൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഇയ്യോബ് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ അനുദപിക്കുന്നു. അപ്പോൾ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളം തകർന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ 0 ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്നതിനർത്ഥം. ദൈവത്തിൻ്റെ പെർഫെക്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ക്രിസ്തു ആരാണെന്ന് നമുക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിലവിളിച്ചു, അലറി കരഞ്ഞു. കർത്താവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു,
ഇങ്ങനെയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. 94 നടന്ന കാര്യമാണ്. ഞാൻ അടുത്തിടെയാണ് പ്രസംഗിക്കാൻ തുടങ്ങി, അതുകൊണ്ട് മെമ്മറിക്കകത്ത് ബലഹീനത ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ വിട്ടേക്ക്, എന്നെ നരകത്തിൽ തന്നെ വിട്ടേക്ക്, നിന്റെ നീതി അത് ഡിമാൻഡ് ചെയ്യുന്നു. നീ വേറൊരാളുടെ അടുത്തോട്ട് പൊക്കോ, എന്നെ രക്ഷിക്കാൻ നീ ശ്രമിക്കേണ്ട, കാരണം നിന്റെ നീതി അതിനെ നിന്നെ അനുവദിക്കൂല എന്നാണ് ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ? 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്രനെ വേണമെങ്കിൽ പീലാത്തോസിൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. കാരണം പീലാത്തോസ് അവനോട് പറഞ്ഞാണ്, നീ ഒന്ന് വാ തുറന്ന് പറ, ഈ കുറ്റങ്ങളെല്ലാം നീ ചെയ്തതാണോ? നിന്നെ വെറുതെ വിടാൻ അധികാരമുള്ളവനെ ചോദിക്കുന്നു, ഒരു സാക്ഷ്യം പറ. ഇല്ലാന്ന്, ഞാൻ വിട്ടേക്കാം. കർത്താവ് മിണ്ടാതിരുന്നു. കർത്താവ് പറഞ്ഞു, നിനക്ക് അധികാരം ദൈവം തന്നല്ല, നിനക്കില്ല. അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു ഇങ്ങനെയാണ്, അവൻ എന്താ മിണ്ടാതിരുന്നെന്നറിയാവോ? നിന്നെ ഓർത്തിട്ടാണ്. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരവില്ലാത്തവനായിട്ട് 2000 വർഷങ്ങൾക്ക് ശേഷം നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് നിന്നെ വഹിച്ചുകൊണ്ട്, നിന്റെ പാപം വഹിച്ചുകൊണ്ട് അവൻ മരിച്ചതുകൊണ്ട്, നിന്റെ ശിക്ഷ ആ യാഗത്തിൽ കവറായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു.